എല്ലാ ദിവസവും ഇങ്ങനെ പാതിരാത്രി വരെ ജോലി ചെയ്താ എങ്ങനെയാ ശരിയാവുന്നത് മോനെ? എനിക്ക് പിന്നെ ജോലി ചെയ്യണ്ടേ അമ്മേ? ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മാനസികാവസ്ഥയെപ്പറ്റി അമ്മയ്ക്ക് എന്തൊക്കെ അറിയാം? എവിടെയെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിയാൽ മതി, നാളെ സർക്കാരും മാധ്യമങ്ങളും എല്ലാവരും കൂടി എന്നെ എടുത്തിട്ട് അലക്കും. സർക്കാരിന് വേണ്ടി കേസ് വാദിക്കേണ്ട ആളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. നിന്റെ ജോലിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കോടതിയിൽ നിനക്ക് കേസ് വാദിക്കാം, ജയിക്കാം. പക്ഷേ അത് മാത്രം മതിയോ? സ്വന്തം ജീവിതത്തിൽ കൂടി ജയിക്കണ്ടേ? കുടുംബത്തിൽ തോറ്റുപോയിട്ട് പിന്നെ മറ്റെവിടെ ജയിച്ചിട്ട് എന്താ കാര്യം? അമ്മ എന്തീ പറഞ്ഞോണ്ട് വരുന്നത്? ആ, ഉറങ്ങുന്നവരാണെങ്കിലേ വിളിച്ചുണർത്താം. ഉറക്കം നടിച്ച് പുതച്ചു മൂടിക്കിടന്ന എന്തു ചെയ്യും? ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ഉടനെ നീ എന്റെ നേരെ ചാടിക്കടിക്കാൻ വരും. ഇല്ലെങ്കിൽ നീ എന്നെ തല്ലും. ഞാനെന്തിനാ വെറുതെ നിന്നെ തല്ലുമേടിക്കുന്നെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതാണോ? അത് തന്നെയാ പ്രശ്നം. ഒരു ദിവസം പോലും അവൾ ഉറങ്ങുന്നതിന് മുൻപ് നീ ആ മുറിയിലേക്ക് ചെല്ലുന്നില്ലല്ലോ. അവള് നിന്റെ ഭാര്യയല്ലേ? അവളിപ്പം പഴയതുപോലെയൊന്നും അല്ല. നിന്നെ വലിയ കാര്യമാ. ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അവൾ ആകെ മാറി. നിന്നോട് കൂടുതൽ കൂടുതൽ അടുത്ത് ഇടപഴകാൻ ശ്രമിക്കുന്നതും നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഞങ്ങളെ കാണുന്നുണ്ട്. ഇപ്പൊ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് നീ മാത്രം. എത്ര നാളും നീ ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ജീവിക്കും? അവളും ഒരു പെണ്ണല്ലേ? നിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് ജീവിക്കുന്നവളല്ലേ? അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ നീ കണ്ടില്ലാന്ന് നടിക്കരുത്. അവളെ ഇനി ഒഴിവാക്കുകയും ചെയ്യരുത്. നിങ്ങൾ രണ്ടുപേരും പറയുന്നതൊക്കെ ശരിയാണ്. സമൃദ്ധിയുടെ മനസ്സിന് നല്ല മാറ്റമുണ്ട്. എന്നോടും പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാനതൊന്നും അറിയാഞ്ഞിട്ടല്ല, മനസ്സിലാക്കാഞ്ഞിട്ടുമല്ല. എന്റെ മനസ്സും ഇപ്പോ സമൃദ്ധിയോട് പഴയ പോലല്ല. എന്റെ ഭാര്യയായി അവളെ കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോൾ എനിക്കുണ്ട്.